ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എജ്യൂസ് ഓൺ. അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. PSC അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായം ഉയർത്തണം. പെൻഷൻ പ്രായത്തിൽ 4 വർഷം വർധന വന്നതിന്റെ ആനുകൂല്യം അപേക്ഷകർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇപ്പം ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. അതുകൊണ്ട് ഇനിയിപ്പോ എന്തായാലും അത് പെട്ടെന്ന് ചെയ്യുന്നുണ്ടാക്കാം. ഇനിയിപ്പോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുന്നേ വേണമെന്നുണ്ടെങ്കിൽ അവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമെന്നുള്ള രീതിയിൽ നമ്മളുടെ പല രീതിയിലും PSC ഏജ് ലിമിറ്റ് ഉയർത്തുമോ, PSC പ്രായപരിധി ഉയർത്തണം. നമ്മുടെ എൻട്രിയിൽ തന്നെ അനിൽകുമാർ സാർ ഓൾറെഡി നമ്മുടെ PSC ഓഫീസിൽ വർക്ക് ചെയ്ത, എനിക്ക് തോന്നുന്നത് നല്ലൊരു പോസ്റ്റിൽ റിട്ടയർഡ് ആയ സാറാണ് അനിൽകുമാർ സാറ് തന്നെ PSCയുടെ പ്രായപരിധി ഉയർത്തുമോ എന്ന രീതിയിലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ നമ്മൾ അതിന്റെ കുറച്ച് കാര്യങ്ങളാണ്, ബാക്കിയുള്ള ഡീറ്റെയിൽസും എല്ലാം നമ്മൾ പറയുന്നുണ്ട്. എനിവേ നമുക്ക് കണ്ടന്റിലോട്ട് വരാം. ഓക്കെ, അതായത് സംസ്ഥാന PSC വഴി അപേക്ഷിക്കാനുള്ള പ്രായപരിധി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കുമോ എന്ന് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉയർന്ന ചോദ്യം. പെൻഷൻ പ്രായ വർധന, കോവിഡ് വ്യാപനത്തെ തുടർന്നുള്ള സ്തംഭനാവസ്ഥ തുടങ്ങി കാരണങ്ങളാൽ പ്രായപരിധി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉയർന്നപ്പോഴൊക്കെ അനുകൂല സമീപനം ഉണ്ടായില്ല. എന്നാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പടിവാതിക്കൽ ആശ്വാസ നിലപാട് പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ കുറവല്ല. തദ്ദേശ സ്വയംഭരണത്തിലേക്ക് ഓൾറെഡി വന്നുകൊണ്ട് അത് ചെയ്യുന്നുണ്ടാവില്ല. നിയമസഭ ഇലക്ഷന് മുന്നേ വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യും ഇതിനെ പറ്റിയിട്ട്. അതായത് സംസ്ഥാന സർവീസ് പൊതുവെ 56 പെൻഷൻ പ്രായമെങ്കിലും പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പായ 2013 ഏപ്രിൽ 1 മുതൽ ജോലിയിൽ കയറിയവർക്ക് 60 വയസ്സിൽ വിരമിക്കുന്നുണ്ടാവുള്ളൂ. മുൻപ് പെൻഷൻ പ്രായം 55 നിന്ന് 56 ആക്കിയപ്പോ അപേക്ഷിക്കാനുള്ള പ്രായപരിധി 1 വർഷം കൂട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പെൻഷൻ പ്രായം 4 വർഷം വർദ്ധിച്ചപ്പോൾ എന്താ, അപേക്ഷിക്കാനുള്ള പ്രായപരിധി 4 വർഷം നീട്ടുകയുണ്ടായില്ല. കോവിഡിന്റെ വ്യാപനം ശക്തമായിരുന്ന 22 കാലഘട്ടങ്ങളിൽ സർക്കാർ ഓഫീസുകൾ അടഞ്ഞു കിടക്കുകയും PSC വഴിയുള്ള തെരഞ്ഞെടുപ്പ് നടപടികളും ബാധിക്കുകയും ചെയ്തു. ഇതിനിടെ പ്രായപരിധി അവസാനിച്ച ഉദ്യോഗാർത്ഥികളുടെ അവസര നഷ്ടം സർക്കാർ പരിഗണിച്ചതേയില്ല. നേരെ മറിച്ച് RRB ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരവിടെ കഴിഞ്ഞ റിക്രൂട്ട്മെന്റ് സമയത്ത് എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നു, അല്ലെ, ഏജ് റിലാക്സേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ LPGക്കൊക്കെ അതില്ല. കഴിഞ്ഞ വർഷം നടത്തിയപ്പോഴുണ്ടായിരുന്നു. അപ്പോ 18-36 ഉണ്ടായിരുന്നത്, അത് 60 വർഷം ആക്കിയപ്പോ 18-40 ആക്കേണ്ടതായിരുന്നു. അത് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, പിന്നീട് പലതവണ ഈ ആവശ്യം ഉയർന്നപ്പോഴും സർക്കാർ അവഗണന തുടർന്നു. അപ്പൊ അതാണിത് PSCയുടെ കേസില്. അപ്പൊ ഇതില് നമ്മള് ബാക്കിയുള്ള സംസ്ഥാനം നോക്കുമ്പോ തെലങ്കാനയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉയർന്ന പ്രായപരിധി പൊതു വിഭാഗം ജനറൽ കാറ്റഗറി 46 വയസ്സാണ്. ഭൂരിഭാഗം തസ്തികകളും 44 നിന്ന് ഉയർത്തിയിട്ടാണ് 46 എത്തിയിരിക്കുന്നത്. ഗോവ 45 നോൺ കസ്റ്റഡി തസ്തികൾക്ക്, ആന്ധ്രാപ്രദേശ് 42, ഒഡീഷ 42, ഹരിയാന 42, ഉത്തരാഖണ്ഡ് 42, ഛത്തീസ്ഗഡ് 40, മധ്യപ്രദേശ് 40. അപ്പൊ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇത് നമ്മളുടെ എന്താ പറയണ്ടേ, എല്ലാരും ഇതിനെ പറ്റിയിട്ട് ഡിസ്കഷൻ ആണ് ഇപ്പം. ഇപ്പൊ നിയമസഭ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നതുകൊണ്ട് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ എല്ലാരും ഇതിനെ പറ്റിയിട്ട് ഒന്ന് നോക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇതിന്റെ ഒരു വീഡിയോ ചെയ്തത് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ തൊഴിൽ വാർത്തകളിലൊക്കെ ഇതിനെ പറ്റിയുള്ള ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിന്റെ ഒരു വീഡിയോ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ നിങ്ങൾക്കും ഇതിനെ പറ്റി വേണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാം. അപ്പോ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.